Hello, welcome back to yet another episode of some silly sharings. This is the same day evening after Prijo came. ഞങ്ങൾ രണ്ടുപേരും thought of going for a little walk. ഇതിപ്പം മ്യൂട്ടായി പോയതാട്ടോ, വീഡിയോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ഐ തോട്ട് ഓഫ് വോയിസിങ് ഇറ്റ് ഓവർ. ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ പുറത്തിറങ്ങിയതാണ്, എങ്ങോട്ടെങ്കിലും പോകേണ്ട വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ബസ്സൊന്നും വരുന്നില്ല. അപ്പോൾ ഒരുപാട് ബസ് നമ്പേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നമുക്ക് കയറാം. ഇതിപ്പോൾ സമയം ഒരു 6:45, 7 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സൺസെറ്റ് ഈ ഒരു സമയത്ത് ലൈക്ക് ജൂൺ ഫസ്റ്റ് വീക്കിൽ ഈ ഒരു സമയത്തും സൺസെറ്റ് ആവാൻ കുറച്ച് വൈകുമായിരുന്നു. ആൻഡ് നമുക്ക് ഈവനിങ് ആയ പോലെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ കുറച്ച് ക്ലൗഡി ആയതുകൊണ്ട് കുറച്ചധികം ഡാർക്കർ ആയ പോലെ ഉണ്ട് ഇന്ന്. ആൻഡ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത് ഓർച്ചാർഡ് റോഡിൽ പോയിട്ട് നടക്കാനാണ്. അവിടെ ഫുൾ ഷോപ്പ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല, ഫുൾ ഹൈ ആൻഡ് ബിഗ് ബ്രാൻഡ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ബട്ട് സ്റ്റിൽ കാണാനൊക്കെ നല്ല രസമാണ്. ഓൾസോ ഇവിടുന്ന് അവിടേക്ക് എത്താൻ വേണ്ടി എന്തായാലും ഒരു 30-40 മിനിറ്റ്സ് എടുക്കും ബസ്സിലാണെങ്കിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ ഡബിൾ ഡെക്കർ ബസ്സിൽ മുകളിൽ തന്നെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വ്യൂസ് ഒക്കെ കണ്ടുകൊണ്ട് പോകാമല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ബസ് പിടിച്ചിട്ട് വി ആർ ഓൺ ദ വേ ഗൈസ്. നമ്മുടെ ബസ്സിലാണ് ഞങ്ങൾ മാത്രം ഇതിന് പോവാണ്. അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 30-40 മിനിറ്റ്സ് വി വേ സൈറ്റ് സീയിങ്. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് നെക്സ്റ്റ് ടൈം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണം എന്ന് വരെയുള്ള ഹോട്ടൽസ് വരെ ഞങ്ങളിങ്ങനെ കണ്ടു വയ്ക്കുകയായിരുന്നു ഗൈസ്. സോ നൈസ് ഇറ്റ് വാസ്. ലഷ് അങ്ങനെ ഫൈനലി നമ്മൾ ഓർച്ചാർഡ് റോഡിൽ എത്തി കേട്ടോ. ആക്ച്വലി ആ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അയോൺ ഓർച്ചാർഡ് ലിങ്ക് എടുത്തിട്ട് ആ സബ്വേയിലൂടെ വന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ കാണുന്ന ഇതേപോലത്തെ മോൾസിലൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങുമായിരുന്നു. 1-2 സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. ബട്ട് സിൻസ് വി നെവർ ഫെൽ ദേ വർ ലൈക്ക് ഇൻ എ റീസണബിൾ പ്രൈസ് റേഞ്ച്, നമ്മളതൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പം ഗൈസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ റോഡിലെ അങ്ങനെ നടന്നു. അന്ന് ലൂണർ ന്യൂ ഇയറിൻ്റെ സമയമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അന്നിങ്ങനെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇന്നും ഉണ്ട്. അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഓർച്ചാർഡ് ഗേറ്റ് വേ ഹോട്ടൽ ഹിൽട്ടൺ ഉണ്ട് ഇവിടെ. ഇനിയും ആരോ പാട്ട് പാടുന്നുണ്ടെന്ന് ഒന്നവിടെ. ഇതെന്ത് പാരഗണോ? അങ്ങനെ നമ്മളിവിടെ ഒരു 1-1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല, എല്ലാം കറങ്ങി കണ്ടു. ആൻഡ് വി ആർ വൈൻഡിങ് അപ്പ് ആർ വാക്കിംഗ് ഫോർ ടുഡേ. ഇനി നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള, അതായത് ഈ ഒരു MRT എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്, ഓർച്ചാർഡ് MRT. എന്നിട്ട് ഹോട്ടലിൻ്റെ അടുത്താണ് ഈ ബുഗീസ്. ആ ഒരു സൈഡിൽ ഇവിടെ ഒരു മോളുണ്ട്. ആ മോളിൽ പോയിട്ട് ഈ യുണീക്കിൽ വന്ന് പ്രിജോന് കുറച്ച് ടീഷർട്ട്സ് വാങ്ങാനുണ്ട്, എനിക്ക് 1-2 ഡ്രസ്സസൊക്കെ വാങ്ങാനുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വന്നതാണ്. ആൻഡ് അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തേക്ക് വന്നു. ബസ് കയറിയിട്ടാണ് വന്നത്. ആൻഡ് ഇവിടെ ഒരു ഫുഡ് കോർട്ടിൽ വന്നു ടു ഹാവ് ആ ഡിന്നർ ഗൈസ്. ആൻഡ് ഇങ്ങനത്തെ ഫുഡ് കോർട്ട്സിനാണ് നമ്മൾ ഹോക്കർ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുക്ക്ഡ് ഫുഡ് സെൻറ്റർ, വിച്ച് ഇസ് ആക്ച്വലി ആൻ ഓപ്പൺ എയർ കോംപ്ലെക്സ്, മോസ്റ്റ്ലി സീൻ ഇൻ മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്ങിലൊക്കെ കണ്ടുവരുന്ന സ്ഥലങ്ങളാണ്. ആൻഡ് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോക്കർ സെൻറ്റർ ഗൈസ്. നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. സോ വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് എ ചിൽ ഡിന്നർ. അങ്ങനെ ഒരു 5-10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് വന്നു. ഞാൻ ചിക്കൻ വിങ്സ് ആൻഡ് ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞു. ബ്രിജോ അവിടുത്തെ ലോക്കൽ ഫുഡായ റൈസ് വിത്ത് ബേസൽ ചിക്കൻ ആൻഡ് എഗ്ഗാണ് പറഞ്ഞത്. ആൻഡ് പിന്നെ ഫുൾ ഡിസ്ക്ലെയിമർ വെക്കേണ്ട ഒരു അവസ്ഥയായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല ഗൈസ്. Hope you all enjoyed this part. Until next video, stay tuned and bye-bye.